എൻ്റെ ഒരു പ്രതീക്ഷ. നോക്കാം ഇതെങ്കിൽ ഇത് അള്ളാന്റെ ഇതെന്താ സംഭവം? കുഴിയാ? ഇതെന്താ വെടിവെച്ചേക്കാൻ വേണ്ടിട്ട് കതിരിവിടെ നടക്കിയ ഓരോ വട്ട 2 വട്ട 3 വട്ട 4 വട്ട. അപ്പോൾ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഖത്തറിലുള്ളവർക്ക് ഇതിക്കും കുറേ ഉപകാരപ്പെടുക കേട്ടോ. കാരണം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ലേലം കുറിച്ച് കുറേ വീഡിയോ എല്ലാം ചെയ്തിന്. വണ്ടി ലേലം അതെല്ലാം പണ്ടേ കഴിഞ്ഞു. നമ്മൾ വണ്ടി ലേലം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടെൻറ്റിലെല്ലാം കെട്ടിയിട്ട് ലേലം ഉണ്ടാകുന്നത് അത് ഒരു 2 വർഷം 3 വർഷം 4 വർഷം എല്ലാം കൂടുമ്പോഴാണ് ഉണ്ടാകുന്നത്. അത് അങ്ങനെ കണക്കൊന്നുമില്ല. അവരെ യാർഡിൽ ഇപ്പോൾ പോലീസിൻ്റെതാണെങ്കിൽ പോലീസിൻ്റെ യാർഡിൽ ഫുള്ളാകുമ്പോൾ, മിലിറ്ററീൻ്റെതാണെങ്കിൽ മിലിറ്ററീൻ്റെ യാർഡിൽ ഫുള്ളാകുമ്പോൾ, പിന്നെ 52-ലുള്ള മറ്റേ വണ്ടി പിടിച്ചിടുന്നതാണെങ്കിൽ അത് ഫുള്ളാകുമ്പോൾ അങ്ങനെ നടക്കുന്ന ലേലാണ് അത് പിന്നെ അതിന് കണക്കൊന്നുമില്ല. അന്നേരം അത് 2 ആഴ്ച കൊണ്ട് കഴിയും. പക്ഷേ ഇപ്പം കുറേ ആൾക്കാർ തന്നെ മെസ്സേജ് അയച്ചിട്ടും കോൾ ചെയ്തിട്ട് ചോദിക്കുന്നത് ലേലം കഴിഞ്ഞു, ലേലം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഖത്തറിൽ ലേലം നടക്കുന്ന 2-3 ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിൽ ഒന്നാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നുണ്ട്. 3 ആപ്പും പരിചയപ്പെടുത്തുമ്പോൾ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ആദ്യം നമുക്ക് ഒരാപ്പ് പരിചയപ്പെടുത്തി തരാം. പിന്നെ ഖത്തറിൽ ഇപ്പോൾ ലേലം നടക്കുന്ന ഒരാപ്പാണ് മസാദാത്ത് ഖത്തർ. കോടതിൻ്റെ ആപ്പാണ്. അവർക്ക് തന്നെ വേറൊരു ആപ്പുണ്ട്, പ്ലാറ്റിനാണ് ഇവരിത് മൊത്തം എടുത്തിന്. എന്നിട്ട് അവരാണ് ഈ മസാദാത്തിൽ ഇത് ചെയ്യുന്നത്. അന്നേരം ആ ആപ്പിൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇതാണ് ആപ്പ് കേട്ടാ. ഇതാണ് ആപ്പ്. അന്നേരം ഈ ആപ്പ് ഇപ്പം ഞാൻ ഓപ്പൺ ആക്കുമ്പോൾ ഓൾറെഡി 94 വണ്ടിയുണ്ട് ലേലത്തിൽ വെച്ചിട്ട്. ഈ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ദിവസം 6 മണിക്കൂറങ്ങാറ്റേ ഉള്ളൂ. അതിൽ വണ്ടികളുണ്ട്, മറ്റേ വീടുകളും മറ്റേ അത് ഇതുണ്ട്, പിന്നെ കുറേ സ്ഥാപനങ്ങൾ, പിന്നെ ഗാരേജുകൾ, ഇതെല്ലാം നമ്പർ പ്ലേറ്റ് ഇതെല്ലാം കോടതി ഇതിൽ വെച്ചിട്ടുണ്ട്. കോടതിൻ്റെ ഇതാന്ന് തോന്നുന്നു. അതിൽ എല്ലാം ലേലത്തിൽ വെച്ചിട്ടുണ്ട്. അന്നേരം ഇതും നമുക്ക് വിളിക്കാം. പക്ഷേ ഇതിൽ ഈ വണ്ടികളിൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറേ 94 വണ്ടികളിൽ അതിനകത്ത് കുറേ വണ്ടികൾ ഇതിപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 സ്ഥലത്ത് 3 ലൊക്കേഷനിലുള്ള വണ്ടികളാണ് ഇതിൽ ലേലത്തിലുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ് നമ്പർ 2-ൽ, അത് ഞാൻ പോയിട്ട് കാണിച്ചു തരാം. രണ്ടാമത് ഇതിൽ കുറേയുള്ള വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖൈനസിൽ ഒരു ജപ്തി ചെയ്തതാന്ന് തോന്നുന്നു, ഒരു ക്യാമ്പിലുള്ളത്. മൂന്നാമത്തതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52-ലുള്ളത്. എന്നാൽ ഇതിലെല്ലാം ഉണ്ട്. ഇതെല്ലാം നമുക്ക് പോയിട്ട് കണ്ടിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് 5 ദിവസം കൊടുക്കുന്നത്. 5 ദിവസമല്ലേ അവർ ഇടുന്നുണ്ട്. ലേലം തുടങ്ങുന്നതിന് മുമ്പ് ഇതിൽ മൊത്തം സ്ക്രീനിൽ ഇത് ചെയ്യും. മൊത്തം കണ്ട ഇതിങ്ങനെ ഇട്ടിട്ട് കണ്ട 94 വണ്ടികളും അതിന് മോഡൽ നമ്പറും എല്ലാ കാര്യങ്ങളും, ചാവി ഉണ്ടോ ഇല്ല എന്നുള്ളതെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പോയിട്ട് വിസിറ്റ് ചെയ്തിട്ട് വണ്ടികളെല്ലാം ഒന്ന് എങ്ങനെയുണ്ട് എന്നെല്ലാം നോക്കാം. അതായത് നമ്മളിപ്പോൾ ഇതിൽ എന്താന്ന് ചെയ്യാൻ പോകുന്നത്, അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ലേലത്തിൽ പങ്കെടുക്കണ്ടെങ്കിൽ നമ്മൾ 5000 ഉറുപ്യ ഇതിൽ 5000 റിയാൽ ഇതിൽ കെട്ടി വെക്കണം. ഇതിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേലത്തിൽ ഏതും വണ്ടി വിളിച്ചിട്ടൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പാടും റീഫണ്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാർഡിലേക്ക് തന്നെ തിരിച്ചു വരും പൈസ. പിന്നെ 5000 ഉറുപ്യ കെട്ടി വെച്ച് കഴിഞ്ഞാൽ 5000 ഉറുപ്യ അവിടെ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ലേലത്തിൽ എത്ര പൈസ വണ്ടിക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പൈസ സ്ട്രീറ്റ് നമ്പർ 2-ൽ ആടെയും പോകുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആടെ കൊണ്ടുപോയിട്ട് അടക്കണം. അടച്ചു കഴിഞ്ഞാൽ ആടെ പോയിട്ട് അടക്കണം എന്നില്ല, നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ അടക്കാം. ഓക്കെ. അന്നേരം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി പോയിട്ട് എടുക്കാൻ കഴിയും. കാരണം അവർ എത്ര പെട്ടെന്ന് അടക്കുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വണ്ടി കിട്ടും. ഓക്കെ. അന്നേരം അത് പിന്നെ കുറേ പറയാനുണ്ട് കാര്യങ്ങൾ. എല്ലാം കേട്ടിട്ട് മാത്രം ഇതിലെല്ലാം പങ്കെടുത്താൽ മതി കേട്ടോ. കുറേ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പെട്ടുപോകും. വണ്ടികളാണ്, പൈസയാണ്. അന്നേരം ഇപ്പോൾ സ്ട്രീറ്റ് നമ്പർ 2-ൽ കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്. ആ സ്ട്രീറ്റ് നമ്പർ 2-ലുള്ള കുറേ വണ്ടികൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചാവിയും കാര്യങ്ങളും നമുക്ക് സ്റ്റാർട്ടാക്കി നോക്കാനെല്ലാം പറ്റും. അങ്ങനത്തെ വണ്ടികൾ കുറേ ആടെയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വണ്ടി സ്ട്രീറ്റ് നമ്പർ 2-ലുള്ളതാണ്. കാണുന്നില്ലേ? കണ്ട, ഈ വണ്ടി സ്ട്രീറ്റ് നമ്പർ 2-ലുള്ളതാണ്. ഈ വണ്ടീൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോഡ 2021 92,000 കിലോമീറ്റർ ഓടിയത്, ചാവിയുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. ആ സെക്യൂരിറ്റീൻ്റെ അടുത്ത് പോയിട്ട് ചാവി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ടാക്കി നോക്കുകയെല്ലാം ചെയ്യാം. മൂവിങ് ചെയ്യാൻ പറ്റില്ല, വണ്ടി സ്റ്റാർട്ടാക്കും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യാം. ബാക്കി ഇതിൽ വേറെയും കുറേ വണ്ടികളുണ്ട്. മുഖൈനസിൽ ഒരു ക്യാമ്പിൻ്റെ വണ്ടികളാണ് ഇട്ടിട്ടുള്ളത്. ഇത് ക്യാമ്പിൻ്റെ വണ്ടികൾ ഇവിടെ അതിന് ചെറിയ റേറ്റ് ആയിട്ടുള്ളത് 3000 ഉറുപ്യ. ടൊയോട്ട റാവ് 4 ഉണ്ട്, 3000 ഉറുപ്യ, 2008 വണ്ടി.
ഈ വണ്ടിക്ക് ചാവിയും ഇല്ല, ഒന്നുമില്ല, ഒരു ലൊട്ടയും മണ്ണാങ്കട്ടയും ഒന്നുമില്ല. ഇത് എഞ്ചിനും ഇല്ലാന്ന് തോന്നുന്നു. അന്നേരം ഈ വണ്ടിയെല്ലാം നമുക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ലൊക്കേഷൻ ഇതാകണ്ട, ലൊക്കേഷൻ മാപ്പ്. ആ ലൊക്കേഷൻ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ലൊക്കേഷൻ കിട്ടും, അവിടെ പോയി വിസിറ്റ് ചെയ്യാം. അന്നേരം നമുക്ക് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. മുഖേനസിൽ കുറേ വണ്ടികൾ കാണുന്നുണ്ട് ക്യാമ്പിൽ. അന്നേരം ആ വണ്ടികളെല്ലാം നമുക്ക് പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം, എന്താ അവസ്ഥ നോക്കാം. എന്നിട്ട് നമുക്ക് നേരെ സ്ട്രീറ്റ് നമ്പർ 2ലേക്ക് പോവാം. ഓക്കെ, അപ്പം ഞാനും സജീറും മുഖൈനസിൽ വണ്ടികളുള്ള സൈറ്റിലെത്തി. അപ്പോൾ ഇവിടെയാണ് വണ്ടികൾ ഒട്ടിച്ചിട്ടുള്ളത്. വീട്ടിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ആ സംഭവം കണ്ട കാണിച്ചതാ. ഇതാണ് നമ്മളെ ഓൺലൈൻ ലേലം നടക്കുന്ന സാധനം കേട്ടതാ. നമ്മളെ സുപ്രീം കൗൺസിലിൻ്റെ മറ്റേ കോർട്ട് മസാദിൻ്റെ. അന്നേരം ഇവിടെയാണ് വണ്ടികൾ കിടക്കുന്നത്. ഇവിടെ വന്നിട്ട് നമുക്ക് വിസിറ്റ് ചെയ്ത് നോക്കാം. 4-5 ദിവസം സമയം തരും. ആ സമയത്തിനുള്ളിൽ വന്ന് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ ഓൺലൈനിലാണ് ലേലം ചെയ്യേണ്ടത്. വണ്ടികൾ അതാണ് പറഞ്ഞത്, ഇവിടെ വന്ന് നോക്കാണ്ട് ലേലം ചെയ്താൽ പെട്ട് കുത്തുപാടെ എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടെടുത്ത മാതിരി അല്ലേ. അതിന് ശേഷം പഠിച്ചതാണ്, അതിന് ശേഷമാണ് എല്ലാം മനസ്സിലാക്കിയത്. എത്ര പ്രൈസൊക്കെ വിളിക്കാം, നമ്മളൊരു ബഡ്ജറ്റ് ഇടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഇടാൻ പറ്റും. കണ്ട പജേറോ 2014 വണ്ടിയാണ് കേട്ടോ ഇത്. പിന്നെ പിക്കപ്പ് ഉണ്ട്, വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളതാ സുസുക്കി വിറ്റാര ഉണ്ട്. ഇതിനൊന്നും എഞ്ചിനില്ലാത്തതെല്ലാം ഉണ്ട്. അല്ല, എഞ്ചിനില്ലാത്തതെല്ലാം അതിന് കാണിക്കുന്നുണ്ട് ഓൺലൈനിൽ. പക്ഷേങ്കിൽ അത് കാണിക്കുന്നത് 4-5 ഫോട്ടോ ഉണ്ടാവും. അന്നേരം നമ്മളെന്തായാലും വണ്ടി ഒന്ന് ചെക്ക് ചെയ്യട്ടെ, എന്നിട്ടാകുമ്പോൾ ബാക്കി ഇതിലേക്ക് വരാം. കൊതിക്കാ, ഇതൊരു പജേറോ ഉള്ളതാണ്. ഇത് നോക്കാലോ. ഒന്നുമില്ലേ, എല്ലാം ഊരിയിട്ടുണ്ട്. ഗിയറൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഗിയറുണ്ടാ? പൊന്തിക്ക് അത് പൊന്തിച്ച് ഡിക്ക് മാത്രം പൊന്തിച്ചാൽ മതി. എത്തുന്നില്ല. എന്താ ആ പജേറോ നോക്കാലോ. ഒരു പജേറോ ഉണ്ട്. ഇതാടാ നിസാൻ എക്സ്റ്റേൽ. ഇത് മതി നമുക്ക്, നമ്മളെ വണ്ടി. ഇത് എഞ്ചിനുണ്ടാ? വാവ്, എടാ എല്ലാം ഇത് അനക്ക് കുറച്ച് ദിവസത്തെ പണിയുണ്ടല്ലോ. അനക്ക് പണിയെടുക്കാനുണ്ട്. ഇത് മുമ്പ് തുറന്ന് ഇത് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അയച്ചതാ ഇവര്. ഇറങ്ങാൻ പറ്റുന്നുണ്ടാ? അതെ, ഞാൻ തുറക്കാം. ഇത് പിടി, ക്യാമറ പിടിച്ചോ. പണിഞ്ഞിട്ടുമ്പോക്കില്ലേ എനിക്ക് 2 എക്സ്റ്റൈൽ പുതിയ വാങ്ങാൻ തോന്നുന്നു. കേട്ടാ എഞ്ചിന് പോലുണ്ടോ നോക്കട്ടെ. വലിയ കറുപ്പില്ലെന്ന് തോന്നുന്നല്ല കണ്ടിട്ട്. എല്ലാം ഫുള്ള് ഊരി, എല്ലാം ഊരി കളഞ്ഞേക്കുന്നു. ഒന്നുമില്ല കേട്ടാ. ഇതുപോലെ ഇതിന്റെ ഉള്ളിലുള്ള ആ സണ്ണി എങ്ങനെയുണ്ട്? ഇത് കരിമ്പുകാട്ടിൽ ആനാരാനാ? അയ്യവാ, എല്ലാം ഉണ്ടല്ല ഇതിന്റെ ഉള്ളിൽ തന്നെ. എല്ലാം ഉണ്ടല്ല. മീറ്റർ വണ്ടിക്ക് നമുക്ക് പുതിയ മീറ്റർ തരും കേട്ടാ. സീറോ മൈലേജ് ഉള്ള മീറ്റർ ഒന്നുമില്ല. ഇതാ അതിന്റെ ഫ്രണ്ടില്ല, ചിലപ്പോ നല്ലായിരിക്കും. നോക്കി നോക്ക്. തുറക്കാനില്ലേ? തുറക്കാൻ അടിപൊളിയാണ്. എടാ ഇത് പണിയില്ല, സ്ക്രാഫിക് കൊടുക്കാൻ വേണ്ടി എല്ലാം ഊരി തന്നിട്ടുണ്ട്. ഇതിലാന്ന് തോന്നുന്നു എല്ലാതിന്റെയും പണിയെടുക്കുന്ന സാധനം വെക്കുന്നത്. എഞ്ചിനൊന്നുമില്ല. എടാ ഇണ്ടാ, ചാവി ഉണ്ടോ ഇനി? എന്തായാലും രക്ഷപ്പെടുത്തുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോക്കാം. ഇതെങ്കിൽ ഇത് അള്ളാന്റെ ഇതെന്താ സംഭവം? കുഴിയാ? ഇതെന്താ വെടിവെച്ചേക്കാൻ വേണ്ടിട്ട് കതിനീടെ നടക്കിയ 1 വട്ട 2 വട്ട 3 വട്ട 4 വട്ട
വെച്ചോളാം ഈ ഡോറൊക്കെ മാറ്റിട്ട്. എല്ലാവരും എന്താ ചെയ്യാ? എടാ എന്താണ് വീടുള്ള പണിക്കാറ് മുതലാളിനോട് വൈരാഗ്യം പോലെയാന്നൊന്നും വണ്ടി ഓടിച്ചിട്ട് അല്ലേ? എല്ലാം വണ്ടി ഇങ്ങനെ ആക്കിയിട്ട് എല്ലാം ഇങ്ങനെ തന്നെ. ഇതിന്റെ ഒരു അവസ്ഥയും കൂടെ ഇതും കൂടെ നോക്കാം. എന്താ ഉള്ളത്? അല്ല ഇത് അതിനേക്കാൾ വലിയ കഥനെ. എന്താ വെറുതെ അല്ലേ? ഏതെങ്കിലും ഒന്ന് നല്ലതായിട്ട് കാണുവാടാ. അതിനൊരു വാശിയുണ്ട് നടക്ക്. ഏതെങ്കിലും ഒരു വണ്ടി നല്ലത് കാണണേ കിട്ടും. നോക്കാം. വാ കൊറോള നോക്കിയില്ല. കൊറോള നോക്കാല്ലോ. ടൊയോട്ട കൊറോള. ഫ്രണ്ട് ഇരുന്നതല്ലേ? അല്ല എല്ലാം ഉള്ളിൽ തന്നെ ഇട്ടിട്ടുണ്ട്. എൻജിൻ ഔട്ട് ഓഫ് കംപ്ലീറ്റ് ഇല്ല. എടാ 2012 വണ്ടിയാന്ന് കേട്ടാ. ഇതെന്താ ഇങ്ങനെ ആയിപ്പോയിന്? ഇവരെന്നാന്ന് ഓയിലും വെള്ളമൊന്നും നോക്കാണ്ട് ഓടിയോണ്ടാ ഇങ്ങനെ ആയിപ്പോന്ന്? എന്നാ സംഭവം നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ബ്രേക്ക് പാഡ് വാങ്ങിച്ചിട്ടുണ്ടല്ലേ? എന്നാലും എൻജിൻ വാങ്ങിച്ചിട്ടാ മതി നമുക്ക്. ഇനി ആ ഒരു കാൽക്കുലേഷൻ വെക്ക്. മുമ്പ് പൊന്തിച്ചാ കഴിയുന്നുണ്ടാ നോക്കിയാ? മുമ്പ് പൊന്തിച്ചാ കഴിയുന്നുണ്ടാ നോക്കി. ഗീറിനാ നോക്കാം നമുക്ക്. വാ എല്ലാം പൊന്തിച്ചാലേ ശരിക്കും തിരിയോ? ഗീറുണ്ടാ നോക്കാലാ? പൊന്തിച്ചാ ഗീറുണ്ടെങ്കിലല്ലേ എൻജിൻ വാങ്ങിച്ചിട്ടൊരു കാര്യമുള്ളൂ. ഇതെന്നാ വലിയ കയറും പൈപ്പല്ലോ. ഗീറെല്ലാം നിലത്താ. അതിനെ ഗീറെല്ലാം നിലത്താ ഉള്ളത്. എടാ ഒന്നും കണക്ട് ഒന്നുമില്ല. നമുക്ക് ഗീർ വാങ്ങിക്കണ്ട. ഇവരുടെ അല്ല ഇതാണ് അവസ്ഥ. എന്താ ഞാൻ ഇതുവരെ ഇങ്ങനെ കുറെ വണ്ടികൾ നോക്കാൻ പോയി. ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടാ. അല്ല കുറെ വണ്ടികൾ ഞാൻ നോക്കാൻ പോയി. ഇത് ഫുള്ള് സ്ക്രാപ്പ് കറക്കാൻ നല്ലത് പറ്റും. അപ്പോൾ മുഖൈനസിൽ വണ്ടി നോക്കാൻ പോയ അവസ്ഥ കണ്ടില്ലേ? അതുകൊണ്ട് ഈ ആപ്ലിക്കേഷനിൽ ഫുള്ള് എല്ലാം കച്ചറ വണ്ടിയാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഇഷ്ടംപോലെ വണ്ടികളെല്ലാം വിളിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഓരോരോ സ്ഥലത്തും നമ്മൾ എന്ത് വണ്ടി എടുക്കുന്നുണ്ടെങ്കിലും പോയി വിസിറ്റ് ചെയ്ത് നോക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തതിന്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖൈനസിൽ വണ്ടീൻ്റെ എല്ലാം അവർ ഓൾറെഡി ഡീറ്റെയിൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എൻജിനില്ലാത്ത ഫോട്ടോസും എല്ലാം 5 തരം ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ആപ്ലിക്കേഷനിൽ കറക്റ്റായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് മാത്രം കണ്ടിട്ട് വണ്ടി ലേലം വിളിക്കുന്നതിനെ കൊണ്ട് അർത്ഥമില്ല. എല്ലാ സ്ഥലത്തും ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ പോയി വിസിറ്റ് ചെയ്ത് വിളിക്കുക എന്നുള്ളതാണ്. അന്നേരം അതാണ് മുഖൈനസിലെ ഇത്. മുഖൈനസിലെ വണ്ടികൾ മൊത്തം നോക്കുമ്പോൾ ഏകദേശം സ്ക്രാപ്പ് പോലത്തെ വണ്ടികളാണ്. ആൾക്കാർക്ക് ആർക്കെങ്കിലും ചിലപ്പോൾ ഗിയർ വേണ്ടുന്നവർ അല്ലെങ്കിൽ ബോഡി വേണ്ടുന്നവർ ചേസ് വേണ്ടുന്നവർ ഇവരെല്ലാം ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഉപകാരപ്പെടും. പിന്നെ വണ്ടി ഓരോരാൾക്ക് ഓരോരോ ഇതല്ലേ. ചിലപ്പോൾ ഗാരേജുകാർക്കും ചിലപ്പോൾ സ്ക്രാപ്പ് സെയിൽ ചെയ്യുന്നവർക്കെല്ലാം നല്ല ഉപകാരപ്പെടുമായിരിക്കും. അവരെല്ലാവർക്കും അത് വിളിച്ചെടുക്കുക. അന്നേരം നമ്മളിനി അടുത്ത നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ് നമ്പർ 2 അവിടുത്തെ വണ്ടീൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. സ്ട്രീറ്റ് നമ്പർ 2 പോകാം. അപ്പോൾ ഇവിടെയാണ് സ്ട്രീറ്റ് നമ്പർ 2ൻ്റെ ലൊക്കേഷൻ. പക്ഷേങ്കിൽ ഇത് വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലാത്ത റോഡാണ് കേട്ടോ. ഇതല്ലാത്ത റോഡ് സിഗ്നൽ അതാ 1, 2. പക്ഷേങ്കിൽ ഇവിടെ സ്ട്രീറ്റ് നമ്പർ 2 കയറാൻ വേണ്ടി കട്ടിങ് ഇല്ല. അങ്ങോട്ട് പോയിട്ട് അതിലൂട്ട് റൗണ്ട് അടിച്ച് വന്നു കഴിഞ്ഞാൽ ഈടെയാണ് ലൊക്കേഷൻ. ഇതൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ മുഖൈനസിൽ പോയി നോക്കിയ മാതിരി ഒന്നല്ല. ഇവിടെ അടിപൊളി വണ്ടികളെല്ലാം ഉണ്ട് കേട്ടോ. നല്ല നിങ്ങൾക്ക് എന്താ പറയുക സ്വന്തം ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ നല്ല അടിപൊളി വണ്ടികളെല്ലാം ഇടാം. നല്ല പ്രൈസിന് കിട്ടും. പിന്നെ ഒരു ഓടിച്ചു നോക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടാക്കി നോക്കുകയെല്ലാം ചെയ്യാം. ഒരു ലക്കിയാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് 2-3 വണ്ടികൾ എടുത്തിട്ടുണ്ട്. എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. വണ്ടീനെ കുറിച്ച് അറിയണം കേട്ടോ. അന്നേരം ഞാൻ ഇവിടുത്തെ കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം. ഇന്ന് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ക്ലോസ്ഡ് ആണെങ്കിൽ എനിക്ക് ചാവിയൊന്നും വാങ്ങിക്കാൻ കഴിയില്ല. പുറത്തുനിന്നുള്ള കാണിച്ചു തരാം. നമുക്ക് നോക്കാം. കണ്ട ഇവിടെ എല്ലാം വണ്ടികൾ ഇട്ടിട്ട് കണ്ട. ഇതിൽ കുറേ ചാവിയുള്ള വണ്ടികളാണ്. ഈ ആഴ്ച ലേലം ചെയ്യുന്ന വണ്ടികൾ ഏതാണെന്ന് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു വണ്ടീൻ്റെ കോല ഞാൻ കാണിച്ചു തരാം. ഉള്ളിലും വണ്ടികളുണ്ട്. ഇവിടെയാണ് അവിടെ അവരെ ഇതല്ല ഓഫീസും കാര്യങ്ങളെല്ലാം ഇവിടെയാണ്. പിന്നെ ഞാൻ നോക്കട്ടെ. അപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്കിതാ ഈ പിക്കാണ്ടെല്ലാം ലേലത്തിലുണ്ടതാ. നമുക്ക് നോക്കാം ഈ പിക്കാണ്ടവൻ്റെ ചാവിയും കാര്യങ്ങളുണ്ട്. അവസ്ഥയാണെന്ന് നോക്കാം. എല്ലാം 5 ലക്ഷം 7 ലക്ഷം 6 ലക്ഷം ഓടിയതാണ്. വണ്ടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വണ്ടി കണ്ട ഞാൻ ചാവി വാങ്ങിച്ച് സ്റ്റാർട്ടാക്കി നോക്കി. 5 ലക്ഷം കിലോമീറ്റർ ഓടിയിന്. നല്ല AC എല്ലാം കൂളുണ്ട്. പക്ഷേങ്കിൽ എൻജിൻ്റെ അവിടുന്ന് നല്ലൊരു സൗണ്ട്, എക്സ്ട്രാ സൗണ്ട് കേൾക്കുന്നുണ്ട്.
ഗിയറൊന്നും കുഴപ്പമില്ല. AC എല്ലാം നല്ല കൂളുണ്ട്, പക്ഷേ നല്ലൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എൻജിൻ കുറച്ച് താപാനാന്ന് തോന്നുന്നു, കാരണം 5 ലക്ഷം ഓടിയില്ലേ. ഒരു പിക്കാണ്ടോ 5 ലക്ഷം ഓടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഇവിടുന്ന് നമുക്ക് മൂവിങ് ആക്കാൻ പറ്റില്ല. വണ്ടി ഇടുന്ന് നല്ല എൻജിനും കാര്യങ്ങളും അത് ഇതെല്ലാം നോക്കാം. ഇതിപ്പോൾ എൻജിനൊരു ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നു. വേറെ ഏതെങ്കിലും വണ്ടി നോക്കേണ്ടി വരും. ഇത് ഞാൻ ഓഫാക്കുന്നു. കണ്ട ഇതൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. വണ്ടി കുഴപ്പമില്ല. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. കണ്ട ഈ വണ്ടി ലേലത്തിൽ പോയതാണ് കേട്ടാ. 2016 അക്കോർഡ് അടിപൊളി വണ്ടിയാണ് കേട്ടാ. അപ്പം കണ്ട ഇവിടെയും നിരത്തി ഇങ്ങനെ വണ്ടി ഇട്ടിട്ടുണ്ട്. കുറേ വണ്ടികൾ ഞാൻ ഓൺലൈനിലുള്ളതെല്ലാം വിസിറ്റ് ചെയ്തു. കുഴപ്പമില്ല, കിയ പിക്കാണ്ടോ ഒന്നും കുഴപ്പമില്ല. പക്ഷേ എല്ലാം 6 ലക്ഷം 5 ലക്ഷം 6 ലക്ഷം 5 ലക്ഷം ഓടീന്. കണ്ടാ വണ്ടിയല്ലേ നോക്കിയാൽ പിക്കാണ്ടോ. ഇത് ഇടാത്ത വണ്ടിയാണ്, ഇത് അടുത്ത പ്രാവശ്യം ഇടുന്നതാന്ന് തോന്നുന്നു. ഇത് സ്റ്റിക്കർ ഒട്ടിച്ചില്ല. അതിലെല്ലാം കുറേ വണ്ടികളുണ്ട്, കുറേ പോയതുമുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങുള്ള വണ്ടികളെല്ലാം അത്യാവശ്യം ഒന്ന് നോക്കിയിട്ട് വിളിച്ചെടുക്കുന്നത് കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ ഇതന്നെ വണ്ടി ഓടിച്ചു നോക്കാൻ പറ്റാത്തത് കൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റുന്നവർക്ക് റിസ്ക് എടുക്കുക, അത്ര തന്നെ. പിന്നെ ഇതേപോലെ തന്നെ വേറെയും കുറേ ആപ്പുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണിക്കാം. അന്നേരം പിന്നെ ഇവിടുന്ന് നമ്മൾ വണ്ടി ലേലം വിളിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യുക. ഏത് ലൊക്കേഷനാണ് ആ ലൊക്കേഷൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി വിസിറ്റ് ചെയ്യുക. എന്നിട്ട് വണ്ടി നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ വണ്ടികൾ വിളിച്ചെടുക്കുക. കാരണം ചില ആൾക്കാർ സ്വപ്നങ്ങളായിട്ട് ഒരു വണ്ടികളെല്ലാം വിളിച്ചെടുക്കാൻ വന്നതായിരിക്കും. പക്ഷേ എങ്കിൽ പിന്നെ പെട്ടുപോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഓരോരോ വണ്ടികൾ എടുക്കുമ്പോൾ ആ വണ്ടികളെ പാർട്സെല്ലാം ഖത്തറിൽ അവൈലബിൾ ആണോ, കിട്ടാനുണ്ടോ, ഇതെല്ലാം ഒന്ന് അന്വേഷിക്കുക ഗാരേജുകാരുമായിട്ട്. പിന്നെ അങ്ങനെയെല്ലാം ചെയ്തിട്ട് വണ്ടികൾ എടുക്കുക. കാരണം പെട്ടുപോകാം ചാനലുകളിൽ ന്യൂസിലെല്ലാം ഇങ്ങനെ കിട്ടുക വരും, ഇതാ ചെറിയ പൈസക്ക് വണ്ടികൾ അവസരം കാര്യങ്ങളെല്ലാം ഇടും. പക്ഷേങ്കിൽ എല്ലാം കൂടി എല്ലാം അറിഞ്ഞിട്ട് മാത്രം വണ്ടികൾ ഇതിൽ ചെയ്യുക. അന്നേരം ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.